നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ PSC ലിസ്റ്റും കാത്തിരുന്ന അല്ലെങ്കിൽ ദിവസങ്ങൾ ഇനി കുറച്ച് ഒരു 800,000 അത്രത്തോളം നിയമനങ്ങളൊക്കെ നടക്കേണ്ടടുത്ത് 200ഉം 250ഉം ഒക്കെ നിയമനങ്ങൾ 268 അത്രയും നിയമനങ്ങളൊക്കെ നടത്തി ബാക്കി അത്രയും ആൾക്കാരുടെ അവസരങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് നീതിക്ക് വേണ്ടിയിട്ട് സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് നല്ല രീതിയിൽ നമ്മൾ കണ്ടത് ആശാ വർക്കർമാരുടെ സമരം തന്നെയാണ്. അവരും അവരുടേതായിട്ടുള്ള അവരുടെ ജോലിയിൽ ജോലിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരുടേതായിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ CPO ലിസ്റ്റ് ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കാൻ പോവുകയാണ്. വെറും 268 നിയമനങ്ങൾ മാത്രമാണ് ഇതുവരെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നീതി ഇല്ലായ്മ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഇത്ര കാലത്തോളം ഇരുന്ന് പഠിച്ച് അതിന് വേണ്ടിയിട്ട് CPO എന്നൊക്കെ പറയുന്നത് ഫിസിക്കലി ആയിട്ടാണെങ്കിലും അവർ ആ ഒരു ട്രെയിനിങ് ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ആ ഒരു ജോലിയിലേക്ക് എത്തണമെന്ന രീതിയിൽ പലതും സർവൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സർവൈവ് ചെയ്തിട്ടും കുറെ കാര്യങ്ങൾ ത്യജിച്ചിട്ട് തന്നെയായിരിക്കാം ആ ഒരു ലിസ്റ്റിലേക്ക് ഇടം നേടുന്ന രീതിയിലേക്ക് അവർ എത്തിയത്. അപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു ലിസ്റ്റ് കഴിയാൻ പോവുകയാണ്. സർക്കാരിനോട് വീണ്ടും തങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു കൂട്ടം വനിതകൾ മുൻപോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആതിര പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. അതായത് ജോലി ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് തങ്ങൾക്ക് ആവശ്യത്തിന് അതായത് ജീവിക്കാൻ മാത്രമുള്ള വരുമാനമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന് മുന്നിൽ പൊട്ടിക്കരയുന്ന ആശാ വർക്കർമാരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. മറുപുറത്ത് അതും വനിതകളാണ്. മറുപുറത്ത് ഈ പറയുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്കിൽ വന്നിട്ട് അതിൽ നിന്ന് വളരെ തുച്ഛമായ ആളുകളെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. ഈ പറയുന്ന LDF സർക്കാർ വരുന്ന സമയത്ത് ഇവരുടെ ഇതുണ്ടല്ലോ നമ്മളെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിൽ പറഞ്ഞത് വളരെ വലിയ രീതിയിൽ ഇത് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തുകൊണ്ടായിരുന്നു പ്രകടന പത്രിക ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥയെന്നും ഇവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളെ പോലും നിയമിക്കാതെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രീതി ഓൾറെഡി തന്നെ PSCയിൽ ഒരു നിയമനവും നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ചുരുങ്ങിയ നിയമനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതും അത്യാവശ്യമുള്ള പോലീസ് സേനയിലേക്കും അങ്ങനെയുള്ള ആളുകളിലേക്കും മാത്രമാണ് നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ആലോചിക്കണം, വനിതകളാണ്, അവർക്ക് പ്രായമേറി വരികയാണ്, വീണ്ടും ഒരു പരീക്ഷ എഴുതാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തൊരവസ്ഥയുണ്ട്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് കൃത്യമായിട്ടുള്ളതാണ്. ഇത്ര ഏജ് ലിമിറ്റ് ഉള്ള ആൾക്കാരെ മതി എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ശാരീരക്ഷമത. ഇപ്പൊ അവരതൊക്കെ പാസ്സായി ആ ഒരു ലിസ്റ്റിലേക്ക് കയറി എന്ന് വിചാരിച്ച് ഇനി അടുത്തൊരു എക്സാം എഴുതി അല്ലെങ്കിൽ അടുത്ത എക്സാം എഴുതി കിട്ടിയെങ്കിലും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പലരും ചെയ്യിക്കണമെന്നൊന്നുമില്ല. കാരണം നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ ഒരുപാട് ചേഞ്ചസ് ആണ് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ വയസ്സ് കൂടുന്തോറും ഒരുപാട് ചേഞ്ചസ് ആണ് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത്രത്തോളം അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്യജിച്ചിട്ടും അതേപോലെ തന്നെ പല കാര്യങ്ങളിലൂടെയും കടന്നു പോയിട്ട് തന്നെയായിരിക്കാം ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ അവർ ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായി തന്നെ അവർക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ. വെറും 268 എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 800 അത്രത്തോളം ഒരു നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുത്തനെ താഴേക്കാണ് പോയിരിക്കുന്നത് അത്രയും ആൾക്കാർ. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ലേ, ഇപ്പൊ 800 അത്രയും ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ഒരു ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ അടുത്ത തവണ ആ ഒരു 800 അത്രയും ആൾക്കാരെ നിയമിച്ച സ്ഥിതിക്ക് ഇപ്പോഴും അത്രത്തോളം ആൾക്കാർക്ക് ഈ 800 അല്ലെങ്കിൽ 900ന്റെ അകത്ത് വരെയുള്ള ആൾക്കാർക്ക് വീണ്ടും നമ്മൾക്കും ആ ഒരു ജോലി സാധ്യതയുണ്ട്, നമുക്കും കിട്ടും, ഇത്രത്തോളം നിയമനം നടത്തിയതല്ലേ എന്ന് വിചാരിക്കും. അപ്പൊ അതിൽ നിന്നും ഒരു 50% ഒരു 400 അല്ല അതിലും കുറഞ്ഞ് ഒരു പകുതി പോലും ഇല്ലാത്ത രീതിയിലേക്കാണ് ആൾക്കാരെ സെലക്ട് ചെയ്തിരിക്കുന്നത്, ലിസ്റ്റിലേക്ക് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എതിർത്തേ പറ്റുള്ളൂ. കാരണം വേറെ മാർഗമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പുതിയൊരു പരീക്ഷ എഴുതി എക്സാം എഴുതുക, ഈ പറയുന്ന പോലെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന ആളുകൾ കൂടിയാണ്. ഒരുപാട് പ്രയാസങ്ങളെ കടന്നുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത് എന്നുകൂടെ സർക്കാർ പരിഗണിക്കേണ്ടതാണ്. രണ്ടാമത്തത്, സർക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്,
സ്ത്രീപക്ഷ കേരളം, അതെ. പുരോഗമന പക്ഷേ കേരളം. നമുക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ താല്പര്യമില്ല അല്ല അത് ഓക്കെ, ആ ഒരു രീതിയിൽ. കാരണം അല്ല, സ്ത്രീപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഒരു വാദങ്ങൾ വരുമ്പോൾ സ്ത്രീകളെ നമുക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ അവർ വരണം എന്ന രീതിയിലേക്കാണ് പലപ്പോഴും സംസാരിക്കേണ്ടത്. പക്ഷെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അവര് നിലവിലുള്ള സർക്കാരിനെ അതിനെ നിലവിലുള്ള സർക്കാർ പോരായ്മ കൊണ്ടല്ല നമ്മളത് പറയുന്നത്. ഒരു വനിത വരുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സമൂഹത്തിലുള്ള വനിതമാരുടെ പ്രശ്നം അറിയണമെങ്കിൽ അവർ വനിത ആ ഒരു നേതൃസ്ഥാനത്തിലേക്ക് വരണം എന്നതുകൊണ്ടാണ്. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് എടുത്തിട്ട് നിലവിലുള്ള സർക്കാർ അല്ലെങ്കിൽ നിലവിൽ ഭരിക്കുന്ന ആള് മോശമായതുകൊണ്ടല്ല പറയുന്നത്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും അവർ തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് നമുക്കതിന്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോ ആ ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തിൽ തന്നെ വേണ്ട, നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഭരിക്കുന്നതിന്റെ പ്രധാന പ്രശ്നമാണ് ഇതേപോലുള്ള വനിതകൾ വീണ്ടും വീണ്ടും ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് അവിടെ ഒരു നേതൃസ്ഥാനത്ത് ഒരു സ്ത്രീ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, മുസ്ലിം ലീഗിന് ഈ സ്ത്രീകൾ മത്സരിക്കുന്നതുകൊണ്ട് അലർജിയാണ്. മെയിൻ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അവരുടെ സ്വന്തം ഗത്യന്തരമില്ലാതെ ഒരു സീറ്റിൽ ഒരു സ്ത്രീയെ മത്സരിപ്പിച്ചു കഴിഞ്ഞതിനാൽ അവർ തന്നെ തോൽപ്പിച്ചു. കോഴിക്കോട് സൗത്തിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ അവർ തന്നെ തോൽപ്പിച്ചു. രണ്ടാമത്തത് കോൺഗ്രസിനെയും CPM-നെയും BJP-യും കേരളത്തിലെടുത്ത് പരിശോധിച്ചു. BJP നമുക്ക് മാറ്റി നിർത്താം, അവർക്ക് ഈ പറയുന്ന പോലെ ഇതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല. കോൺഗ്രസും CPM-ഉം കാലങ്ങളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നതിൽ ഇതുവരെ ഒരു സ്ത്രീ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ, വനിതാ മുഖ്യമന്ത്രി ആയിട്ടില്ല. നമ്മളാണെങ്കിൽ ഈ കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധ സംസ്ഥാനം എന്ന് പറയും, ഏറ്റവും സ്ത്രീപക്ഷ സൗഹൃദ സംസ്ഥാനം എന്ന് പറയും, നമ്മൾ കഴിഞ്ഞ മറ്റുള്ളവരുള്ളൂ എന്ന് പറയും. എന്നിട്ട് തമിഴ്നാട്ടിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായില്ലേ? അതെ, വർഷങ്ങളോളം എത്ര കാലം 13-14 കൊല്ലം ഭരിച്ച ആളാണ് അല്ലേ ജയലളിത എന്ന് പറയുന്നത്. ഗുജറാത്തിനെ വലിയ രീതിയിൽ പുച്ഛിക്കും. എത്ര വനിതാ മുഖ്യമന്ത്രി വന്നു ഗുജറാത്തിൽ? മധ്യപ്രദേശിൽ വനിതാ മുഖ്യമന്ത്രി വന്നില്ലേ? അതായത് സിന്ധ്യ രാജവംശത്തിൽപ്പെട്ട എന്തായിരുന്നു അവരുടെ പേര്, എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, BJP-യുടെ വസുന്ധര രാജ സിന്ധ്യ, അവർ മുഖ്യമന്ത്രിയായില്ലേ? അതുപോലെ തന്നെ എത്രയോ സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു. അവസാനം ഡൽഹിയിൽ ഇപ്പോൾ BJP-യുടെ ഡൽഹിയെ സംബന്ധിച്ച് 4ാമതാണ് ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നത്. ആലോചിക്കണം, ഏറ്റവും പ്രബുദ്ധർ എന്ന് നമ്മൾ രേഖകളിൽ കാണുന്ന സ്ഥലമാണ് ഡൽഹി. നമ്മൾ തള്ളുന്നവരല്ല, രേഖകളിൽ കാണുന്ന സ്ഥലമാണ് ഡൽഹി. അതവിടെ അവർ പാലിക്കുന്നുണ്ട്. ഇവിടെ ഇതൊന്നും ഇല്ല. ഞാൻ ഇപ്പോൾ ആദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലോട്ട് വന്നത്. മാത്രമല്ല എല്ലാം ഏറ്റവും കൂടുതൽ ഈ കാര്യം പറയുന്ന CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ അടുത്ത് പരിശോധിച്ചോ, ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി വനിതയായിട്ടുണ്ടോ? സംസ്ഥാന സെക്രട്ടറി ഒക്കെ പോട്ടെ, ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു സെക്രട്ടറി അവിടെ ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. സംസ്ഥാന സെക്രട്ടറി ഇല്ല. ബംഗാളും ത്രിപുരയും ഭരിച്ചു, അവിടെയും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. എന്തേ, നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ, അല്ല. ഗൗരി അമ്മ മുഖ്യമന്ത്രി ആവാനിരിക്കുന്ന സമയത്താണ് നടന്ന കളികളൊക്കെ നമുക്കറിയാം. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമ്മൾക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഈ ലിസ്റ്റ് വെറുതെ കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ചോളൂ, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാതിൽ തുറന്നിട്ടേക്കാണെന്ന് നമ്മുടെ സർക്കാരുകളെല്ലാം വരുമ്പോൾ പറയുകയും ചെയ്യും. പക്ഷെ കൃത്യമായിട്ട് യാതൊരു പരിഗണനയും കൊടുക്കില്ല, അല്ലെങ്കിൽ നിങ്ങളവിടെ പോയി സമരം ചെയ്തിട്ട് ഒരു രീതിയിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവരെ ഒന്ന് പരിഗണിക്കെങ്കിലും ചെയ്യുക എന്നുള്ളതല്ലേ. അവരെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനം വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഈ PSC പോലുള്ള അവർ എന്താണ് ഇവരുടെ പിന്നെ ബിനാമികളായിട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് PSC-യിലൊക്കെ. ഒരു പണിയെടുക്കാതെ PSC മെമ്പർമാരായിട്ടിരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ പൈസ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാനും 1,000-2,000 ഒന്നല്ല, ലക്ഷമാണ്, നേരെ ഇരട്ടിയാണ് കൂട്ടിയത്. അത് കൂട്ടിക്കൊടുക്കാനും കേരളത്തിലെ ഹൈക്കോടതിയിലുള്ള ഗവൺമെൻറ് പ്ലീഡർമാർക്ക് നേരെ ഇരട്ടിയാക്കി പണം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇവരുടെ കയ്യിൽ നല്ല പൈസയുണ്ട്. മറ്റു കാര്യത്തിലൊന്നും ഇവർക്ക് പൈസയില്ല. അങ്ങനെയുള്ള സമയത്ത് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരായി റാങ്കിൽ കയറി ജോലി കാത്തിരിക്കുന്ന ഒരു പറ്റം സ്ത്രീകളോട് ഇവർ കാണിക്കുന്ന നീതികേട് എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. ഇവിടെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടിടത്ത് ഒരു ചോദ്യം ചെയ്യാനും ഇവിടെയുള്ള ഒരു ഫെമിനിസ്റ്റ് അസോസിയേഷനെയും കാണില്ല, ഒരു പിന്നെ ഈ പറയുന്ന സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആളുകളെ കാണില്ല. ഇവിടെ എന്തിനും ഏതിനും ഈ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ വരുന്ന കുറേയധികം എഴുത്തുകാരികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവരെ ഒന്നും തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇവരെ കാണില്ല. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തെ എടുത്ത് പരിശോധിച്ച് നോക്കി, നമ്മൾ ഇവിടെ കാണുന്ന എത്ര ധീരയായ എഴുത്തുകാരികൾ ഇവർക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചു. ഞാൻ പറയട്ടെ, ദീപാ നിശാന്ത് ഉൾപ്പെടെയുള്ള ഈ എന്താണ് ഈ പറയുന്ന നമ്മുടെ
എഴുത്തുകാരി പിന്നെ ഭാരതിക്കുട്ടി ഉൾപ്പെടെയുള്ള KR മീര ഉൾപ്പെടെയുള്ള എത്ര ആളുകൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഭയമാണ് ഇവർക്ക്. അതായത് പണ്ട് കാലത്ത് എഴുത്തുകാരെന്ന് പറയുന്നത്, സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നത് നട്ടലിൻ്റെ ഉറപ്പുള്ള ആളുകളായിരുന്നെങ്കിൽ സുകുമാർ അഴീക്കോടിനെ പോലെ കോൺഗ്രസ് തെറ്റ് ചെയ്താലും CPM തെറ്റ് ചെയ്താലും BJP തെറ്റ് ചെയ്താലും അത് അങ്ങനെ തന്നെ വിളിച്ചു പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ അടിമകളായി ഇവരൊക്കെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സങ്കടകരമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഞാനിത് ഇത്രയും രോക്ഷത്തോടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച് എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന ആഗ്രഹത്തോടു കൂടി, ജീവിതം കരുപിടിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ ഈ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് പിൻവാതിലിൽ കൂടി കയറിപ്പറ്റി അവിടെ സ്ഥിര നിയമനം വാങ്ങുന്ന എത്രയോ അധികം ആളുകളുണ്ട്. അത്തരത്തിൽ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോയി നടക്കാൻ പറ്റുമോ? ഇവർ മെറിറ്റിൽ എഴുതി കിട്ടുന്നതിന് ഒരു വിലയും ഇല്ലേ എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. ഈ സ്ത്രീകളുടെ കണ്ണീര് തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരന്തരമായി വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ശാപം, ആ ശാപത്തിൽ ഇവർക്ക് വിശ്വാസമില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അതിൻ്റെ ഒരു ധാർമ്മികമായ ഒരു ശാപമുണ്ടല്ലോ, അതെങ്ങനെയാണ് ഈ സർക്കാർ കഴുകിക്കളയുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇവർ എത്രത്തോളം ഇനിയിപ്പം അവസാനം ഇലക്ഷൻ വരാൻ പോകുന്നതിൻ്റെ ഒരു 8 മാസം മുമ്പ് ഈ പറയുന്ന നിയമനങ്ങളെല്ലാം പുനരാരംഭിക്കും. ഒരൊറ്റ എടുക്കലായിരിക്കും എല്ലാവരെയും എടുക്കും. ഒരുപാട് ആളുകളെ എടുക്കും, ഒരുപാട് വേണ്ടപ്പെട്ട ആളുകളെ മാറ്റും. അങ്ങനെ ഈ ഒരു ഏജ് ലിമിറ്റ് ഒക്കെ കഴിഞ്ഞു പോകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവർ അപ്പോഴും ഉപേക്ഷിക്കപ്പെടും. അല്ല, അപ്പോഴും നമ്മുടെ ജനങ്ങൾ എന്ത് പറയും? കണ്ടില്ലേ, എല്ലാവരെയും എടുക്കുക തുടങ്ങിയിരിക്കുന്നു, ഇതാണ് സർക്കാർ എന്ന് പറഞ്ഞ് ക്യാപ്സൂളുകൾ ഇറക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടിയും പൃഥ്വിരാജിനെ എതിർക്കാനും മോഹൻലാലിനെ അടിക്കാനും പിടിക്കാനും എതിർക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പാവപ്പെട്ട ആളുകൾ സമരം ചെയ്യുമ്പോൾ അവർക്കെതിരെ ഒരു അക്ഷരം പറയാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.